വളയമങ്ങാടിയിൽ 50 വർഷത്തോളമായി കുടത്തുന്നി നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് ബാലകൃഷ്ണൻ എന്ന നാട്ടുകാരുടെ സ്വന്തം ബാലേട്ടൻ. 1975 ഇതിലും ചെറിയൊരു കടയിലായിരുന്നു ബാലേട്ടന്റെ തുടക്കം. ആ കട കത്തിപ്പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന ഷോപ്പിലേക്ക് മാറിയത്. 1976 കലാപ സമയത്തല്ലേ ഇവിടെ എല്ലാവരും ഉണ്ട്. സ്ഥലം എവിടെയാ? സ്ഥലം വളയത്ത്. അമ്മേന്റെ വീട് വളയാ, അച്ഛന്റെ വീട് അങ്ങ് അമ്പലക്കുളങ്ങരയാ. ഒരു ജനസേവനായിട്ട് ആണ് ഈ പരിപാടി. സ്കൂൾ കുട്ടികൾക്കെല്ലാം കൊള്ളാൻ ഉണ്ടാക്കി കൊടുക്കുക. അവരൊക്കെ ഉന്നത തലത്തിലെത്തി റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉണ്ട്. DSP എല്ലായിട്ട് റിട്ടയർഡായ ആൾക്കാരുണ്ട്. കുറ്റിക്കാട്ടിലെ അമ്പലവയല്, വട്ടോളി എന്നിവിടങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത്. വളയത്തങ്ങാടിയിലെ ഓരോ ചലനങ്ങളും ഈ കോണിലുള്ള ഷോപ്പിലിരുന്ന് തൊട്ടറിയുന്ന ബാലേട്ടൻ. വളയത്തും പരിസരത്തുമുള്ള മിക്ക വീട്ടുകാരുടെയും കുട അന്ന് മുതലേ ബാലേട്ടന്റെ കരങ്ങളാൽ തൊട്ടറിഞ്ഞു കാണും. വർഷങ്ങൾക്ക് മുമ്പ് കുട നന്നാക്കാൻ വന്നിരുന്ന പലരും ഇന്ന് എഞ്ചിനീയർമാരും മാഷന്മാരും ഡോക്ടർമാരും പോലീസുകാരും ഒക്കെ എന്ന് എന്നോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു സന്തോഷത്തിന്റെ പ്രസരിപ്പുണ്ടായിരുന്നു. കുട നന്നാക്കാൻ മാത്രമല്ല, കുട നിർമ്മാണത്തിനും ബാലേട്ടൻ തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കുട നിർമ്മാണത്തെ പറ്റി അടുത്ത പ്രദേശമായ ചുവലിയിലും വളയത്തും വട്ടോളിയൊക്കെ ഇദ്ദേഹം സ്കൂളുകളിൽ പോയി കുട നിർമ്മാണത്തെ പറ്റി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതായും എന്നോട് പറഞ്ഞു. ഞായറാഴ്ച കട അവധിയാണെങ്കിലും തിരക്ക് കാരണം ബാലേട്ടൻ വീട്ടിൽ നിന്നാണ് കുട നന്നാക്കാറ്. അന്നത്തെ അതേ തിരക്ക് ഈ പുതിയ കാലഘട്ടത്തിലും ബാലേട്ടന്റെ കുട റിപ്പയറിംഗ് കടയിൽ കാണാൻ സാധിക്കും. വളയത്തങ്ങാടിയിലെ ഓരോ നീക്കങ്ങളും അറിയുന്ന ബാലേട്ടൻ നാട്ടുകാർക്കും അങ്ങാടിക്കാർക്കും പ്രിയപ്പെട്ട കാരണവനാണ്. സുരേഷ് ഏക മകനാണ്. വർഷങ്ങളോളം കുടത്തുന്നി നാട്ടുകാർക്കൊരു തണലായി മാറിയ ബാലേട്ടനെ സർവ്വവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മമ്മു സൈൻ. ഇവിടെ ഒരു പെട്ടിപ്പീടികളിലൊക്കെ ഞാളാദ്യം ഇവിടെ പണിയെടുക്കുമ്പോഴുള്ള ആളാ ബാലേട്ടൻ. അന്നേരം കുട നന്നാക്കുന്നു. ഓരോ അമ്മയ്ക്ക് ഒരു കേങ്ങിന്റെ കച്ചവടം ഇവിടെ. അന്നേരം ബാല ഇവിടെ കുട പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ബാല ഇവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആരും ഞങ്ങൾക്ക് ഉണ്ടാവും പോയാൽ.